ഇന്ന് എബ്രായ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഹീബ്രു ചാപ്റ്റർ 12 വേഴ്സ് 14 to 60, 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മന്നപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പീൻ, കരുതിക്കൊള്ളുവീൻ. എബ്രായ ലേഖനകർത്താവ് ഈ 3 വാക്യത്തിനകത്ത് ഒരു കാര്യം ഊന്നി പറയുകയാണ്: ആരും ദൈവകൃപ വിട്ട് പിന്മാറിപ്പോകരുത്. സ്തോത്രം. ആരും ദൈവകൃപ വിട്ട് പിന്മാറിപ്പോകരുത്. അങ്ങനെ പോകാനുള്ള 3 സാധ്യതകൾ ഇവിടെ ലേഖനകർത്താവ് വിവരിക്കുകയാണ്. എപ്പോഴും ഓർക്കണം, ഒരാൾ ദൈവകൃപയിൽ വരാൻ എളുപ്പമാണ്, പക്ഷെ കൃപയിൽ നിലനിന്ന് പോകാൻ വലിയ പ്രയാസമാണ്. ഇവിടെ 3 കാര്യം ലേഖനകർത്താവ് വെളിപ്പെടുത്തുകയാണ്. നമ്മിൽ സമാധാനക്കേടുണ്ടാകാതെ നമ്മൾ സൂക്ഷിക്കണം. ദൈവകൃപയിൽ നിൽക്കുന്ന ഓരോരുത്തരുടെയും ലൈഫിൽ സമാധാനക്കേടുണ്ടാകാതെ സൂക്ഷിക്കണം. 2, കയ്പിൻ്റെ വേര് മുളയ്ക്കാതെ വണ്ണം സൂക്ഷിക്കണം. 3, നമ്മളിൽ കലക്കം ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഈ 3 കാര്യങ്ങൾ സൂക്ഷിക്കണം. എന്തിനാ? നാം കൃപയിൽ തന്നെ നിലനിൽക്കാൻ. എപ്പോഴും വലിയൊരു കൂട്ടം ഈ കൃപയിലേക്ക് വരികയും വലിയൊരു കൂട്ടത്തെ കൃപയിൽ നിന്ന് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു പൈശാചിക പ്രവൃത്തിയുണ്ട്. നിങ്ങളോട് തന്നെ തിരിഞ്ഞു ചോദിക്കണം, കൃപയിൽ ഇതുവരെ നിൽക്കാൻ ദൈവത്തിൻ്റെ സഹായമുണ്ടായല്ലോ. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ആരും ദൈവകൃപ വിട്ട് പിന്മാറിപ്പോകരുത്. അതെന്താണെന്നാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മുഖാന്തരം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ആ വാക്യം നമ്മൾ വായിക്കുമ്പം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ. അപ്പൊ വാക്യത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, നാം നിൽക്കുന്നത് എവിടെയാണ്? കൃപയിലാണ്. അടുത്ത് നിൽക്കുന്ന ആളെ തൊട്ടേച്ച് പറ, നാം നിൽക്കുന്നത് കൃപയിലാണ്.